അധ്യായമാണ് നമ്മൾ 8-ാം അധ്യായത്തിൽ ഇതുവരെ 23 വചനങ്ങൾ നമ്മൾ ധ്യാനിച്ചതാണ്. ഇന്ന് 24-ാം വചനമാണ് ധ്യാനിക്കാൻ. 24-ാം വചനത്തിൽ പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിനാ? നാം കാണാതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു എന്നാണ്. For in this hope we were saved, but hope that is seen is no hope at all. Who hopes for what they already have? Who hopes for what they already have? But if we hope for what we do not yet have, we wait for it patiently എന്നാണ്. അതായത് നമ്മൾ രക്ഷിക്കപ്പെട്ടു, അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്. സോ രക്ഷ പ്രാപിച്ച നമ്മൾ ഇപ്പോഴും അതിനായി കാത്തിരിക്കുന്നു. സോ അതിന്റെ അർത്ഥം നമ്മൾ രക്ഷ അനുഭവിച്ചെങ്കിലും രക്ഷയുടെ പൂർണ്ണത നമ്മൾ അനുഭവിച്ചിട്ടില്ല. നമ്മൾ രക്ഷയുടെ പൂർണ്ണതയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. സോ അതിന്റെ പ്രോസസ്സിലാണ്. സോ അതാണ് ഈ അപ്പോസ്തലനായ പൗലോസ് 24-ാം വചനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം. So we are saved and we are sure about it. So we were received the salvation, still wait for it. So we have experienced the salvation, but we have not experienced the fullness of salvation. The fullness of salvation നമ്മൾ സ്വന്തമാക്കാൻ വേണ്ടി ഇപ്പോഴും നമ്മൾ കാത്തിരിക്കുന്നു. സോ പ്രത്യാശയോടെയാണ്, ഇൻ ഹോപ്പാണ്, വി ആർ ഈഗർലി വെയിറ്റിംഗ്. അതാണ് അപ്പോസ്തലനായ പൗലോസിന്റെ. വി ആർ വെയിറ്റിംഗ് പേഷ്യന്റ്ലി ടു എക്സ്പീരിയൻസ് ദ ഫുൾനെസ് ഓഫ് സാൽവേഷൻ. ആ രക്ഷയുടെ പൂർണ്ണത അനുഭവിക്കാൻ നാം ക്ഷമയോടെയാണ് കാത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ആ രക്ഷയുടെ പൂർണ്ണത നമ്മൾ അനുഭവിക്കാൻ പ്രത്യാശയോടെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതാണ് 24-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. സോ കാണുന്ന പ്രത്യാശയല്ല, കാണുന്ന പ്രത്യാശ അല്ലെന്നാണ് പറയുന്നത്. സോ ബട്ട് ഹോപ്പ് ദാറ്റ് ഈസ് സീൻ ഈസ് നോ ഹോപ്പ് അറ്റ് ഓൾ എന്ന്. സോ ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യം. Who hopes for what they have already experienced എന്നാണ്. സോ പ്രത്യാശയെ കുറിച്ചാണ് ഈ വചനത്തിൽ പറയുന്നത്. ഒന്നാമതായിട്ട് രക്ഷയെ കുറിച്ചുള്ള ഒരു പ്രത്യാശയെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമതായിട്ട് ഈ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മൾ ആൾറെഡി കണ്ട കാര്യങ്ങളുടെ പ്രത്യാശയാണ്. സോ ഇനി കാണാനുള്ളതിനെ കുറിച്ചുള്ള പ്രത്യാശ എന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. സോ കാരണം യു കാന്റ് ഹോപ്പ് ഫോർ വാട്ട് യു ഹാവ് ആൾറെഡി സീൻ. സോ വി ഹോപ്പ് ഫോർ വാട്ട് വി ഡോണ്ട് സീ ആൻഡ് വി ഹോപ്പ് വിത്ത് പെർസിവിയറൻസ്. സോ നമ്മൾ കണ്ട കാര്യങ്ങൾക്ക് വേണ്ടി, സംഭവിച്ച കാര്യങ്ങൾക്ക് വേണ്ടി ഇനി പ്രതീക്ഷയോടെ കാത്തിരിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. സോ നമ്മൾ ഇതുവരെ കാണാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, സോ ഇതുവരെ നമ്മൾ അനുഭവിക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രത്യാശയോടെ ഇല്ലെങ്കിൽ ക്ഷമയോടെ കാത്തിരിക്കും.
സോ ആ ഒരു പ്രത്യാശയെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പ്രസ്താവിച്ചുകൊണ്ടിരുന്നത്. ഈ പ്രത്യാശയെ കുറിച്ച് 8-ാം അധ്യായം, അതായത് മുകളിലുള്ള എല്ലാ വചനങ്ങളും നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്. സോ അതിന്റെ അടിസ്ഥാനത്തിലാണ് 24-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഈ കാര്യം പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മള് ദൈവമക്കൾക്കുണ്ടാകുന്ന രക്ഷയെക്കുറിച്ചോ അവരുടെ മഹത്വത്തെക്കുറിച്ചോ യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചോ യേശു ക്രിസ്തുവിന്റെ വരവിൽ എങ്ങനെയാണ് ദൈവത്തിന്റെ മക്കളുടെ ഒരു രൂപാന്തരം ഉണ്ടാകുന്നത്, ക്രിസ്തുവിന്റെ സാരൂപ്യം എങ്ങനെയാണ് ധരിക്കുന്നത്, ആ ദിവസം ക്രിസ്തു മുഴുവൻ എങ്ങനെയാണ് വീണ്ടെടുപ്പിന്റെ ഒരു അനുഭവത്തിൽ കടന്നു പോകുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ആൾറെഡി ചിന്തിച്ചതാണ്. ആ ഒരു പ്രത്യാശയിൽ ആണ്, ആ ഒരു പ്രത്യാശയെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പ്രസ്താവിച്ചത്. സോ നാം ദൈവമക്കളാണെന്ന് ഒരു ദിവസം ലോകം മുഴുവൻ അറിയും. ലോകം മുഴുവൻ നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന് ലോകം മുഴുവൻ കാണുന്നു. ആ ദിവസത്തിനായി പ്രത്യാശയോടെയാണ് നമ്മൾ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. So one day the whole world will know, or the whole world will see that we are the children of God. And we are waiting for that day with hope. So അതാണ് നമ്മുടെ പ്രത്യാശ എന്ന്. കാരണം ഇപ്പോൾ നമ്മൾ ദൈവമക്കളാണെന്ന് ലോകം അംഗീകരിക്കുന്നില്ല. So right now the world doesn't recognize us as the sons of God. ലോകം ഇപ്പോൾ നമ്മെ കാണുന്നത് മറ്റെല്ലാവരെയും കാണുന്നതിന് പോലെ. മറ്റെല്ലാവരെ ഏത് രീതിയിൽ ലോകം കാണുന്നത് അതുപോലെയാണ്. The world sees us just like everybody else. So എന്നാൽ യേശു ക്രിസ്തു തന്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മിൽ ജീവൻ നൽകിയിട്ടുണ്ട്. സോ ആ ജീവൻ കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ദൈവത്തിന്റെ മക്കളായിരിക്കുന്നത്. ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവിലൂടെ ക്രിസ്തുവിന്റെ ജീവനിൽ കൂടി ദൈവം തന്റെ മക്കളാക്കി തീർത്തിരിക്കുന്നു. So Jesus has put life in us through the Holy Spirit, and he has made us God's children. അതാണ് ഒരു യൂണിക്നെസ് എന്ന് പറയും. So we are the children born of God. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ച മക്കളാണ്. പരിശുദ്ധാത്മാവിൽ കൂടി ക്രിസ്തുവിന്റെ ജീവൻ കൊണ്ട് വീണ്ടും ജനിച്ച മക്കളാണ് നാം. ദൈവത്തിന്റെ മക്കളായിരുന്നു എന്ന് ലോകം ഒരു ദിവസം മനസ്സിലാക്കും. എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കുന്നില്ല. ആ ദിവസങ്ങൾ വരാൻ പോകുന്നതേ ഉള്ളൂ. ആ ദിവസങ്ങൾക്കായി ദൈവത്തിന്റെ മക്കൾ പ്രത്യാശയോടെ കാത്തിരിക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ. And one day the whole world will see us as God's children. യേശുക്രിസ്തു വരുമ്പോൾ അവന്റെ മഹത്വത്തിൽ നാം പങ്കാളികളായി തീരും. അത് ലോകം കാണും. അത് നമ്മുടെ പ്രത്യാശയാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. The whole world will see when we are going to partake in the glory of Jesus Christ. That is our hope. We are patiently waiting for that. യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നമ്മൾ രൂപാന്തരപ്പെടാൻ പോകുന്നു. അപ്പൊ നമ്മുടെ രൂപാന്തരത്തെ ലോകം മുഴുവൻ കാണും. The whole world will see when we are going to be transferred into the image of Jesus Christ. എന്നാൽ ഇപ്പോഴോ ആ ദിവസത്തിനായി നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുന്നു. സോ അതാണ് നമ്മുടെ പ്രത്യാശ, അതാണ് നമ്മുടെ പ്രതീക്ഷ. So we are waiting patiently for that day, and that is our hope. നമ്മുടെ ശരീരങ്ങൾ വീണ്ടെടുക്കപ്പെടുന്ന ദിവസമുണ്ട്. നമ്മുടെ ശരീരങ്ങൾ
ക്രിസ്തുവിന്റെ മഹത്വം ധരിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം സൃഷ്ടിയുടെ സ്വാതന്ത്ര്യ ദിവസമാണ്. സോ അതിന്റെ വിമോചനം ആസ്വാദിക്കുന്ന ഒരു ദിവസമാണ്. സോ അത് സൃഷ്ടി മുഴുവനും സന്തോഷിക്കുന്ന, ആ സന്തോഷം അനുഭവിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സൃഷ്ടിയാണ് നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 19 മുതൽ 21 വരെ ഉള്ള വചനങ്ങളിൽ നമ്മൾ കണ്ടത്, നമ്മൾ മനസ്സിലാക്കിയത്. ദൈവത്തിന്റെ മക്കൾക്കുണ്ടാകുന്ന ആ ഒരു ലിബറേഷൻ ഉണ്ടല്ലോ, ആ ഒരു റിഡംഷൻ ഉണ്ടല്ലോ, ആ റിഡംഷനിൽ സൃഷ്ടിയും പങ്കാളിയാകും എന്നുള്ള പ്രത്യാശയോടെ അത് കാത്തിരിക്കുന്നതായിട്ട് നമുക്ക് അവിടെ വായിക്കും, മനസ്സിലാക്കും. സോ അതുകൊണ്ട് നമ്മുടെ ഓരോ ദിവസത്തിന്റെ ജീവിതമുണ്ടല്ലോ, ദൈനംദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിനോട് വിശ്വസ്തത പുലർത്തുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഓരോ ദിവസവും ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച്, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച്, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് മുൻപോട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. So we have to be faithful to the leading of the Holy Spirit in our daily life. എന്നത് വളരെ കാതലായിട്ടുള്ള ഒരു കാര്യം. സോ നമ്മൾ 26-ാം വചനത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് 26-ാം വചനത്തിൽ ആവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു എന്ന്. In the same way, the Spirit helps us in our weakness. We do not know what prayer to offer or how to offer it as we should. But the Spirit Himself intercedes on our behalf with sighs and groanings too deep for words alone. അപ്പോസ്തലനായ പൗലോസ് ഈ വചനത്തിൽ പ്രധാനമായിട്ട് 2 കാര്യങ്ങളെ കുറിച്ചാണ് പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമതായിട്ട് അപ്പോസ്തലനായ പൗലോസ് പ്രസ്താവിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ആവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു എന്ന്. The Holy Spirit comes to us and helps us in our weakness. പരിശുദ്ധാത്മാവ് നമ്മുടെ അടുക്കൽ വരുന്നത് മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് മാത്രമല്ല, നമ്മുടെ ബലഹീനതയിൽ നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു സത്യം. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതകളെ മനസ്സിലാക്കി നമ്മെ ശക്തീകരിക്കുന്ന, ആ ബലഹീനതകളെ, ആ വീക്ക്നെസ്സസിനെ ഓവർകം ചെയ്യാനുള്ള ശക്തി സഹായം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മ. So Jesus called the Holy Spirit in John's Gospel as a helper. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ ഒരു സഹായകൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. യോഹന്നാൻ 14:16 വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, പരിശുദ്ധാത്മാവ് ഒരു സഹായകനാണ്, ഒരു ഹെൽപ്പറാണ്. സോ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിക്കണം. സോ എപ്പോഴാണ് നമുക്ക് ഒരു സഹായകന്റെ ആവശ്യം വരുന്നത്? സോ വി നീഡ് എ ഹെൽപ്പർ വെൻ വി ആർ വീക്ക്. സോ നമ്മൾ ബലഹീനരായിരിക്കുമ്പോഴാണ് നമുക്ക് ഒരു സഹായകന്റെ ആവശ്യം വരുന്നത്. സോ നമ്മൾ ശക്തരായിരിക്കുമ്പോൾ
സോ നമുക്ക് ഒരു സഹായകന്റെ, ഒരു ഹെൽപ്പറിന്റെ സഹായം ആവശ്യമില്ല. So when we are strong, we no need any helper's help. So കാരണം നമ്മൾ ശക്തരാണ്, നമുക്ക് എബിലിറ്റീസ് ഉണ്ട്, സാമർഥ്യമുണ്ട്, അതുകൊണ്ട് ആരുടെ സഹായം ആവശ്യമില്ല. സോ അതുപോലെയാണ് ഇന്ന് പല വിശ്വാസികളും തങ്ങൾ ശക്തരാണെന്ന് കരുതുന്നത് കൊണ്ട് അവർക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാകട്ടെ, പരിശുദ്ധാത്മാവിന്റെ സഹായമാകട്ടെ അനുഭവിക്കാൻ സാധിക്കുന്നില്ല, ആവശ്യവുമില്ല. ശരിയല്ലേ? When lot of believers think that they are strong, they don't need the power of the Holy Spirit at all. അപ്പൊ നമ്മൾ ശക്തരാണെന്ന് നമ്മൾ തന്നെ വിശ്വസിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സഹായം, ശക്തി നമുക്ക് ലഭിക്കുകയില്ല. സോ ആ പരിശുദ്ധാത്മാവിന്റെ സഹായം നമ്മൾ അനുഭവിക്കാനും സാധിക്കത്തില്ല. കാരണം നമ്മൾ സെൽഫ് സഫീഷ്യന്റ് ആണ്. സോ നമ്മൾ ആൾറെഡി നമ്മുടെ സ്വന്തം ബലത്തിലും ശക്തിയിലും ജ്ഞാനത്തിലും എബിലിറ്റിയിലും നമ്മൾ പൂർണ്ണരായി ആശ്രയിച്ചത് കൊണ്ട് നമുക്ക് മറ്റാരുടെയും സഹായം ആവശ്യമില്ലാത്തതുകൊണ്ട് പല ക്രിസ്ത്യാനികളും പരിശുദ്ധാത്മാവിന്റെ സഹായത്തെ അനുഭവിക്കാൻ അവർ ക്രിസ്തീയ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കും. എന്നാൽ നമ്മുടെ ബലഹീനതകളെ തിരിച്ചറിഞ്ഞാൽ, സോ നമ്മുടെ വീക്ക്നെസ്സസ് എന്താണ് എന്നുള്ള കാര്യം, നമ്മുടെ ജീവിതത്തിലുള്ള വീക്ക്നെസ്സുകൾ, ബലഹീനതകൾ എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു നാം ബലഹീനരാണെന്ന് സമ്മതിച്ചാൽ, സോ ബലഹീനതകളെ തിരിച്ചറിയണം, നമ്മൾ ബലഹീനരാണെന്ന് സമ്മതിക്കണം. അപ്പോൾ മാത്രമേ പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ സഹായം നമ്മൾ അനുഭവിക്കാൻ സാധിക്കും. അപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യം വരുന്നത്, അവന്റെ ശക്തി ആവശ്യം വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ the power of the Holy Spirit is needed only if we recognize that we are weak. If we are not recognizing that we are weak vessels, Holy Spirit നമ്മെ സഹായിക്കേണ്ട, ശക്തീകരിക്കേണ്ട യാതൊരു ആവശ്യം വരുന്നില്ല. എന്നാൽ ഇന്നത്തെ ആത്മീക ലോകത്തിൽ ക്രിസ്ത്യാനികൾ ഭയങ്കര ബലവാന്മാരാണ്. അതുകൊണ്ടാണ് വളരെ ചുരുക്കം പേർ മാത്രമേ പരിശുദ്ധാത്മാവിന്റെ സഹായം, ശക്തി അനുഭവിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. So the Holy Spirit comes to help us in our weaknesses. So because He is a helper. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. സോ നമ്മുടെ ബലഹീനതയിൽ, നമ്മുടെ വീക്ക്നെസ്സിൽ നമ്മെ സഹായിക്കാൻ പരിശുദ്ധാത്മാവ് വരുന്നു. പരിശുദ്ധാത്മാവ് വരുന്നത് തന്നെ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് തന്നെ നമ്മെ സഹായിക്കാൻ വേണ്ടി. ഇപ്പൊ പരിശുദ്ധാത്മാവ് ഒരു സഹായകനാണ്. അത് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കും. രണ്ടാമതായിട്ട് ഈ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു രണ്ടാമത്തെ സത്യം എന്ന് പറയുന്നത്, അപ്പോസ്തലനായ പൗലോസ് വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. വേണ്ടതുപോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാതെ ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് ഒന്ന് ഹെൽപ്പർ, സഹായിക്കുന്നു. രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, we do not know what prayer to offer or how to offer it as we should, but the Spirit Himself intercedes in our
intercedes on our behalf with sighs and groanings too deep for words alone. The first area where the Holy Spirit helps us is in our prayer. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്ന ആദ്യത്തെ ഒരു ഏരിയ ഇല്ലെങ്കിൽ ഒരു മേഖല ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പ്രാർത്ഥനയിലാണ്, നമ്മുടെ പ്രാർത്ഥനയിൽ. കാരണം വചനം പറയുന്നു, we don't know how to pray as we should. We don't know the way in which we should pray. So നമുക്ക് വേണ്ടതുപോലെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയില്ല. സോ വേണ്ടതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. So we don't know what to pray for. So പിന്നെ എന്ത് പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിയില്ല. സോ അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? We pray for a lot of stupid things. നമ്മൾ ഒരുപാട് മണ്ടത്തരങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം നമുക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ നൽകാനാണ് ആഗ്രഹിക്കുന്നത്. God wants us to give us better things. എന്താണ് ബെറ്റർ തിങ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത്? സോ വിശേഷമായിട്ട് പ്രാർത്ഥനയിൽ ആരും കഷ്ടപ്പാടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. എന്നാൽ ദൈവം തന്റെ മക്കളുടെ ജീവിതത്തിൽ ധാരാളം കഷ്ടപ്പാടുകൾ അനുവദിക്കുന്ന കാരണം അങ്ങനെയാണ് ദൈവം അവരെ വിശുദ്ധീകരിക്കുന്നത്. So nobody prays for sufferings, but God allows lot of sufferings in the lives of His children because that is the way they get sanctified. So അത് നമ്മുടെ ജീവിതത്തിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഉദാഹരണം, ഈ സത്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിൽ ഒരു കാര്യം നമ്മളൊന്ന് ചിന്തിക്കണം. എന്താണ് എന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിൽ പ്രധാനമായിട്ട് 3 രാജാക്കന്മാരുണ്ട്. സോ ഫസ്റ്റ് 3 കിങ്സ് ആരൊക്കെയാണ്? ഒന്നാമതായിട്ട് സോളാണ്, രണ്ടാമതായിട്ട് ഡേവിഡാണ്, മൂന്നാമതായിട്ട് സലോമനാണ്. ഈ സൗലിന്റെ ഒരു സൗലുണ്ടല്ലോ, ഈ ശൗലിന്റെ ഒരു ഭരണം നമ്മൾ നോക്കിയാൽ ആ ഭരണം വളരെ ഡിസാസ്റ്ററസ് ആയിരുന്നു. ആത്മീകമായിട്ട് നമ്മൾ നോക്കിയാലും അത്ര സക്സസ്ഫുൾ അല്ലായിരുന്നു. ഇസ്രായേൽ മക്കൾ ഒരുപാട് പ്രയാസങ്ങളിൽ കൂടി കടന്നു പോയി. അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷനും അത്ര ശരിയല്ലായിരുന്നു. എന്നാൽ കിങ് സൊലോമോൻ രാജാവിന്റെ ഭരണം നോക്കിയാൽ ആത്മീകമായിട്ട് ഒരു ഡിസാസ്റ്ററസ് ആയിട്ടുള്ള ഒരു ഭരണമായിരുന്നു കിങ് സൊലോമോൻ. എന്നാൽ ദാവീദിന്റെ ഭരണം നമ്മൾ നോക്കിയാൽ 40 വർഷം ഇസ്രായേൽ മക്കളെ വളരെ സക്സസ്ഫുൾ ആയിട്ട്, സോ വളരെ മഹത്വത്തോടെ ഒരു മഹത്വമുള്ള ഒരു ഭരണം നൽകിയ ഒരു വ്യക്തിയായിരുന്നു ദാവീദ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ശൗലും ഈ സലോമോനും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ രാജാക്കന്മാരായവരാണ്. ശൗലിന്റെ ജീവിതത്തിൽ ഒരു പോരാട്ടവും ഇല്ലാത്ത, ഒരു ബുദ്ധിമുട്ടല്ല. He had a very comfortable life, cozy life. സൊലോമനെ നോക്കുമ്പോൾ വളരെ ലക്സുറിയസ് ലൈഫാണ്.
ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഉണ്ടായിരുന്നു. ജനിച്ച സമയം മുതൽ മരിക്കുന്നത് വരെ സുഖത്തോടെ സന്തോഷത്തോടെ ജീവിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് അവർ രണ്ടുപേരുടെ ഭരണം അത്ര ശരിയായില്ല. എന്നാൽ ദാവീദിന്റെ ജീവിതം നോക്കുമ്പോൾ അവൻ ഒരുപാട് പ്രയാസങ്ങള് അൺനെസസറി ആയിട്ട് അൺജസ്റ്റ്ഫുൾ സഫറിങ്സ് ആണ് പുള്ളി എൻഡ്യൂർ ചെയ്തത്. സോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഗുഹകളിൽ പോയി കടക്കേണ്ടി വന്നു, വനത്തിൽ പോയി ജീവിക്കേണ്ടി വന്നു, പട്ടിണി കടക്കേണ്ടി വന്നു, ഒരുപാട് യാത്ര ചെയ്യേണ്ടി വന്നു, യുദ്ധങ്ങൾ ചെയ്യേണ്ടി വന്നു, ശത്രുക്കളെ നേരിടേണ്ടി വന്നു. ബട്ട് ഈസ് റെയിൻ വാസ് ഗ്ലോറിയസ് റെയിൻ ആണ്. അപ്പൊ അത് എന്നേക്കും നിലനിൽക്കുന്ന ഓർക്കുന്ന ഒരു ഭരണമായിരുന്നു ദാവീദ്. കാരണം എന്താണ്? സോ അത്ര നല്ല ഒരു ഭരണം ദാവീദിന് നൽകുവാൻ സഹായിച്ചത് അവനെ ദൈവം അത്ര പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടിലും കടത്തിയത് കൊണ്ടാണ്. എന്നാൽ ഇവർ രണ്ടുപേരുടെ ലൈഫ് നോക്കിയാൽ ഒരു ബുദ്ധിമുട്ട് പ്രയാസവും ഇല്ല. ഈസി ആയിട്ട് അവർക്ക് സിംഹാസനം കിട്ടി, അവർ ഭരിച്ചു, എൻജോയ് ചെയ്തു, ആവശ്യമില്ലാതെ എല്ലാം കാണിച്ചു. ഒരു ബാഡ് എക്സാമ്പിൾസ് ആയിട്ട് അവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ ദാവീദ് പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ദാവീദ് ഇംപെർഫെക്റ്റ് ആയിരുന്നു. എന്നാൽ ഈ മൂന്ന് പേരിൽ കമ്പയർ ചെയ്യുമ്പോൾ സോ ഒരു ദാവീദിന്റെ ഒരു എക്സലൻസി നമുക്ക് കാണാൻ സാധിക്കും. സോ അതാണ് ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ദൈവം തന്റെ മക്കളെ ധാരാളം കഷ്ടപ്പാടുകളിൽ കൂടി നടത്തും. അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ആ കഷ്ടപ്പാടുകളിൽ കൂടി അവരെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവം അങ്ങനെ ചെയ്യുന്നത്. സോ വീണ്ടും നമ്മൾ 27-ാം വചനത്തിലേക്ക് വരും. വീണ്ടും 27-ാം വചനത്തിൽ, എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. And he who searches the hearts knows what the mind of the Spirit is, because the Spirit intercedes on behalf of God's people in accordance with God's will. പരിശുദ്ധാത്മാവ് ഒരു സഹായകനാണ്. പരിശുദ്ധാത്മാവ് സഹായിക്കുന്ന മേഖല ഈ വചനത്തിൽ പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയിലാണ്. വീണ്ടും അപ്പോസ്തലനായ പൗലോസ് അതിനെ കണക്ട് ചെയ്തുകൊണ്ട് പറയുന്നത്, the Holy Spirit prays according to the will of God. സോ പരിശുദ്ധാത്മാവ് ദൈവ ഹിതമനുസരിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. സോ അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പലരും പ്രാർത്ഥിക്കുന്നുണ്ട്, അവരുടെ പ്രാർത്ഥന ദൈവഹിതം അനുസരിക്കാതെ ദൈവഹിതത്തിനെ ഒത്താത്ത പ്രാർത്ഥന. സോ ഇവിടെ പരിശുദ്ധാത്മാവ് ഉച്ചരിച്ചു കൂടാത്ത ഞെരുക്കങ്ങളാൽ നെടുവീർപ്പുകളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, മധ്യസ്ഥ വഹിക്കുന്നു. The Holy Spirit intercedes for us with sighs and groanings to deep forwards. എന്നാൽ ചില സമയങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു എക്സാമ്പിൾ ആണ്. സോ എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് വാക്കുകളില്ലാതെ ഞെരുക്കങ്ങളാൽ നെടുവീർപ്പുകളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ്. ചില സമയങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ആഗ്രഹങ്ങളും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇല്ലെങ്കിൽ പ്രാർത്ഥനാ വിഷയമായിട്ട് നമ്മുടെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടാകും. ആഗ്രഹം നമ്മൾ ശരിക്കും വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ കഴിയാൻ പറ്റത്തില്ല ചില സമയങ്ങളിൽ. ആ ആഗ്രഹങ്ങളിൽ ചിലർക്ക് ഈ അന്യഭാഷാ വരങ്ങൾ ഉള്ളവരുണ്ട്,
അവരെന്തോ ചെയ്യും? സാധാരണ വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ പറ്റാത്തത് അവർ അന്യഭാഷയിൽ കൂടി ദൈവത്തിൽ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അങ്ങനെയുള്ളവരുണ്ട്. എന്നാൽ ചില ആവശ്യങ്ങൾ, ചില ആഗ്രഹങ്ങൾ നമുക്ക് വാക്കുകളിൽ കൂടി പ്രകടിപ്പിക്കാൻ കഴിയില്ല. Sometimes we have a longing in our hearts, some desires in our hearts, which we cannot express in words. And some of those longings or desires can be expressed, some people, with the gift of tongues. So, but others, which are deeper, cannot be expressed in any way. So, അതാണ് നമ്മൾ മനസ്സിലാക്കുക. സോ അങ്ങനെ വാക്കുകൾക്ക് കിട്ടാത്ത കാര്യങ്ങളുണ്ടല്ലോ. ആ വാക്കുകളിൽ കൂടി എക്സ്പ്രസ് ചെയ്യാത്ത കാര്യങ്ങൾ ഞെരുക്കങ്ങളിലും നെടുവീർപ്പുകളിലും പ്രകടിപ്പിക്കുന്ന കാര്യത്തെയാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പ്രസ്താവിച്ചുകൊണ്ടിരുന്നത്. The things which are deep for words expressed in groanings and sighs. So, എന്നാൽ ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ എന്നാണ് ഇവിടെ ദൈവത്തെക്കുറിച്ച്, പിതാവായ ദൈവത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോൾ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവം ഈ ഞെരുക്കങ്ങളിൽ കൂടി നെടുവീർപ്പുകളിൽ കൂടി നമുക്ക് വേണ്ടി പക്ഷപാതം പരിശുദ്ധാത്മാവ് ചെയ്യുമ്പോ പരിശുദ്ധാത്മാവിന്റെ മനസ്സ് ഇന്നതെന്ന് ദൈവം അറിയുന്നു. കാരണം അവന് ദൈവഹിത പ്രകാരം, പരിശുദ്ധാത്മാവ് ദൈവഹിത പ്രകാരം ദൈവമക്കൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്ന, പക്ഷപാതം ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ മനസ്സിനെ അത് ഞെരുക്കത്തിന്റെ രൂപത്തിലായിരിക്കാം, നെടുവീർപ്പിന്റെ രൂപത്തിലായിരിക്കാം, നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിച്ച് പക്ഷപാതം ചെയ്യുമ്പോൾ അത് ദൈവം മനസ്സിലാക്കുന്ന ആ പക്ഷപാതം ദൈവത്തിന്റെ ഹിതപ്രകാരമായിരിക്കും എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. സോ നമ്മൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 7:25 വായിച്ചാൽ അവിടെ വീണ്ടും ഒരു കാര്യം പറയുന്നത്, അതായത് അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു എന്നാണ് എബ്രായർ 7:25 പറയുന്നത്. അതായത് therefore he is able also to save forever, completely, perfectly, for eternity, those who come to God through him, since he always lives to intercede and intervene on their behalf എന്നാണ്. ഇവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. യേശു ക്രിസ്തു എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എബ്രായർ 7:25 പറയുന്നത്, when Jesus Christ is interceding for us in the presence of God the Father, പിതാവായ ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. ഇപ്പോൾ റോമർ 8:26 പറയുന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുന്നു, പക്ഷപാതം ചെയ്യുന്നു, മധ്യസ്ഥം വഹിക്കുന്നു. എബ്രായർ 7:25 യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പിതാവായ ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്നു, മധ്യസ്ഥ വഹിക്കുന്നു എന്നാണ്. അപ്പോൾ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നത്, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നത്. നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിയാത്തത് കൊണ്ട് പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. സോ എന്തോ ഒരു കംഫർട്ടിങ് വേർഡ്സ് ആണ്. നമ്മൾ പലരുടെ സഹായം ഞങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എന്നാൽ പ്രാർത്ഥിക്കാമെന്ന് വാക്ക് പറയുന്നവരെല്ലാം വിട്ടുപോകും. എത്ര പേര് ശരിക്കും പ്രാർത്ഥനയിൽ നമ്മെ ഓർക്കും എന്നുള്ളത് തന്നെ സംശയമാണ്. ആ സമയത്ത് അവർ പറയും, ഞാൻ പ്രാർത്ഥിച്ചോളാം, ഞാൻ പ്രാർത്ഥിച്ചു.
ബട്ട് ഇവിടെ നോക്കിയാൽ യേശു ക്രിസ്തു സദാകാലം നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിച്ചുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ വീക്ക്നെസ്സസ് മനസ്സിലാക്കിയിട്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് മധ്യസ്ഥ വഹിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് മധ്യസ്ഥ വഹിക്കുന്നത്? How does the Holy Spirit intercede? The Holy Spirit intercedes from within us. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്നാണ് മധ്യസ്ഥ വഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നാവിലൂടെ, എന്റെ നാവിലൂടെയാണ് പക്ഷപാതം ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്, മധ്യസ്ഥ വഹിക്കുന്നത്. The Holy Spirit intercedes through your tongue, through my tongue. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശരീരത്തെയും എന്റെ ശരീരത്തെയും ഏറ്റെടുക്കുന്നു. ആത്മാവ് നമ്മിലൂടെ മധ്യസ്ഥ വഹിക്കുന്നു. The Holy Spirit takes your body and my body into His control. He intercedes through us. So, കണ്ടോ, എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നത്, ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്? സോ യേശു ക്രിസ്തുവിന്റെ അതേ ശുശ്രൂഷയിലാണ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. He is in the same ministry as Jesus Christ, interceding, praying, asking God to do things. So, പക്ഷപാതം ചെയ്യുന്നു, മധ്യസ്ഥ വഹിക്കുന്നു, സോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സോ ദൈവത്തോട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാൻ അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ദൈവഹിത പ്രകാരം പ്രാർത്ഥിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശബ്ദം എപ്പോഴും ദൈവം കേൾക്കുന്നു. സോ നാം പരിശുദ്ധാത്മാവിന് നമ്മെ തന്നെ തുറന്നു കൊടുത്ത, നമ്മെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്ത്, സോ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിൽ വിളിച്ച് വസിക്കാൻ അനുവദിച്ച പരിശുദ്ധാത്മാവ് ദൈവഹിതമനുസരിച്ച് നമ്മെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ് ദൈവഹിതം എന്താണ് ആ രീതിയിൽ പ്രാർത്ഥിക്കാൻ നമ്മെ പ്രേരിപ്പിക്കും. If we open ourselves to the Holy Spirit, He will make us to pray according to the will of God. So, ദൈവഹിതം അനുസരിച്ച് പരിശുദ്ധാത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നു. He intercedes for the saints according to the will of God. അത് മാത്രമല്ല, He will make us to pray for God's people. പരിശുദ്ധാത്മാവ് നമ്മിൽ ദൈവമക്കൾക്ക് വേണ്ടി, വിശുദ്ധന്മാർക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നത് മാത്രമല്ല, നമ്മയും ദൈവമക്കൾക്ക് വേണ്ടി, ദൈവജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ അവൻ നമ്മെ പ്രേരിപ്പിക്കും, ശക്തരാക്കും, സഹായിക്കും. സോ അത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. So if a man is filled with the Holy Spirit, he will pray for God's people according to God's will. ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാൽ ആ വ്യക്തി, ആരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ ആ വ്യക്തി ദൈവഹിതപ്രകാരം ദൈവജനത്തിനു വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
എന്ന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയുന്നവർ ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടാണ് അവർ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. So that itself proves that they don't have the Holy Spirit. They have other spirit. So പരിശുദ്ധാത്മാവ് പ്രധാനമായും പരിശുദ്ധാത്മാവ് ദൈവമക്കൾക്ക് വേണ്ടി വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഓക്കെയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് എങ്ങനെ പ്രാർത്ഥിക്കും? ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും? പരിശുദ്ധാത്മാവ് പ്രധാനമായും ദൈവജനത്തിന്റെ പ്രോസ്പാരിറ്റി ഉണ്ടല്ലോ. പ്രോസ്പാരിറ്റിക്ക് വേണ്ടി, ആ ദൈവമക്കൾ ധനവാന്മാർ ആകാൻ വേണ്ടി, ദൈവമക്കൾ പ്രശസ്തർ ഇല്ലെങ്കിൽ ഫേമസ് ആകാൻ വേണ്ടി, ഈ ഭൂമിയിലെ നല്ല നല്ല ജോലികൾ ലഭിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഒരിക്കലും പ്രാർത്ഥിക്കുന്നില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രെയർ പോയിന്റ്സ്, നമ്മുടെ പ്രെയർ പോയിന്റ്സ്, Holy Spirit won't be praying primarily for God's people's prosperity, becoming rich and becoming famous, get big jobs on this earth. So ഇത് പരിശുദ്ധാത്മാവിന്റെ prayer points ഒന്നുമല്ല. So he will be praying God's people must become Christ-like. അതായത് ദൈവജനം ക്രിസ്തുവിനെ പോലെ ആയി തീരണമെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പറയും. So we must become like Christ. The Christ nature, Christ attitude, a Christ character നമ്മുടെ ഉള്ളിൽ വരണം എന്ന് വളരെ ഞെരുക്കത്തോടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നത് ദൈവജനം ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം എന്നാണ്. So God's people must seek His kingdom first and His righteousness. അതാണ് പരിശുദ്ധാത്മാവിന്റെ prayer points എന്ന് പറയുന്നത്. ദൈവജനം തങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ദൈവത്തിന്റെ മഹത്വത്തിനായി ജീവിക്കണം എന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. God's people must live for the glory of God in their everyday life. അതാണ് പരിശുദ്ധാത്മാവിന്റെ prayer points എന്ന് പറയുന്നത്. സോ അതാണ് പരിശുദ്ധാത്മാവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നത്. പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്റർസീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതാണ് നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ ഈ വിഷയങ്ങള് ഓർത്ത് വിശുദ്ധന്മാർക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി നമ്മളും കർത്താവിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യണം, മധ്യസ്ഥ വഹിക്കണം എന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ എപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ആരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും? പരിശുദ്ധാത്മാവ് ഉള്ളവർക്കാണ്. പരിശുദ്ധാത്മാവ് ഇല്ലാത്തവർക്ക് അവർക്ക് ഇഷ്ടമുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ മണ്ഡലങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഇങ്ങനെ ലിസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കും. The Holy Spirit prompts us to pray for ourselves and others in this manner. So അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത്, ആ മനുഷ്യൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ അവൻ ക്രിസ്തുവുമായി കൂട്ടായ്മയിലായിരിക്കും എന്നാണ്. So now I believe that if that man filled with the Holy Spirit, he will be in fellowship with Christ, such a man. So if Christ is praying, he will be praying. യേശു ക്രിസ്തു മധ്യസ്ഥ വഹിക്കുന്നത് കൊണ്ട്, പരിശുദ്ധാത്മാവ് മധ്യസ്ഥ വഹിക്കുന്നത് കൊണ്ട്
തീർച്ചയായിട്ടും ആരെല്ലാം ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചിട്ടുണ്ടോ, ആരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടോ, അവരെല്ലാം ഇങ്ങനെ പ്രാർത്ഥിക്കും. ക്രിസ്തു പ്രാർത്ഥിച്ചതുപോലെ തന്നെ അവരും പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ അവരും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാർത്ഥന എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ആവശ്യക്കാരാണെന്നും നമ്മൾ ബലഹീനന്മാരാണെന്നും നമ്മൾ പ്രാർത്ഥനയിൽ കൂടി സഹായം യാചിക്കുന്ന ആളുകളാണെന്നും അത് നമ്മെ ഓർമ്മപ്പെടുത്തും. ഇഫ് യു ആർ നോട്ട് പ്രേയിങ്, അതിന്റെ അർത്ഥം ഒന്ന്, നിങ്ങൾക്ക് ആവശ്യമില്ല. രണ്ടാമതായിട്ട്, നിങ്ങൾ ബലവാന്മാരാണ്. നിങ്ങൾ ആരെയും ആശ്രയിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു ദൈവത്തിന്റെ പൈതൽ എന്ന് പറയുന്നു തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ശുശ്രൂഷയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അവൻ നിസ്സഹായത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ പ്രാർത്ഥിച്ച് ദൈവത്തിൽ മുൻപോട്ട് പോകും. Such a person will lean upon God in helpless dependence for his needs and for his ministry needs. ആരാണ്? ദൈവ പൈതല, പരിശുദ്ധാത്മാവുള്ളവനാണ്, ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചവൻ. അവൻ എപ്പോഴും ഒരു ഹെൽപ്ലെസ് കണ്ടീഷനിൽ എപ്പോഴും ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തിന്റെ ബലത്തിൽ അവൻ ഓരോ ദിവസം മുൻപോട്ട് പോകും. അല്ലാത്തവർ സ്വന്തം ജ്ഞാനത്തിലും ബലത്തിലും പണത്തിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് അവർ മുൻപോട്ട് പോകും. ഈ ക്രിസ്തീയ ജീവിതം സ്വന്തമായി നയിക്കാൻ കഴിയുന്നതാണ്. ആ ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. കാരണം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട്, നമ്മുടെ സ്വന്തം ജ്ഞാനം കൊണ്ട്, ബലം കൊണ്ട്, എക്സ്പീരിയൻസ് കൊണ്ട്, നോളജ് കൊണ്ട്, മിടുക്ക് കൊണ്ട് ജീവിക്കാൻ നയിക്കാനുള്ള ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. അത് നമ്മൾ തിരിച്ചറിയണം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശക്തി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിലൂടെ വെളിപ്പെടണം എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്ന, ദൈവത്തിന്റെ ശക്തിയെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ആശ്രയിക്കുന്ന ഒരു ജീവിതം ക്രിസ്തീയ ജീവിതം എന്ന്. ഒരു ദൈവ പൈതൽ, he always longs God's power to be manifested through him, because he will recognize that he cannot live this Christian life on his own strength. അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ നമ്മെ സഹായിക്കുന്നത് തന്നെ പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ആത്മീക ജീവിതത്തെ ശക്തീകരിക്കുന്നത് തന്നെ പരിശുദ്ധാത്മാവാണ്, ദൈവത്തിന്റെ കൃപയാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന സ്ട്രഗിൾസിനെ, ടെംപ്റ്റേഷൻസിനെ നമ്മൾ ഓവർകം ചെയ്യുന്നത് തന്നെ ഈ പരിശുദ്ധാത്മാവിന്റെ സഹായം കൊണ്ട്. നമുക്ക് മാനസികമായിട്ട് താങ്ങാൻ പറ്റാത്ത പ്രയാസങ്ങളെ, വേദനകളെ, സ്ട്രെസ്സിനെ നമ്മൾ അതിജീവിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിൽ കൂടി. പരിശുദ്ധാത്മാവ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മെ സഹായിക്കാൻ വേണ്ടി ദൈവം ഒരു വ്യക്തിയാണ്.
നമ്മൾ 28-ാം വചനത്തിലേക്ക് വരും. 28-ാം വചനത്തിൽ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു എന്ന്. And we know that God causes all things to work together for good for those who love God, those who are called according to His plan and purpose. So ഇവിടെ ഒരു കാര്യം, ഒരു ചോദ്യം നമ്മൾ മനസ്സിലാക്കും. എന്താണ് ചോദ്യം? ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവന്റെ ഉദ്ദേശപ്രകാരം വിളിക്കപ്പെട്ടവർക്കും എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. Does God causes all things to work together for the good of those who love God and those who called according to His purpose? സത്യമാണോ അത്? തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് വേണ്ടി സകലവും നന്മയ്ക്കായി ദൈവം പ്രവർത്തിക്കുമോ? So actually this is a very very big subject. ഇത് വളരെ വലിയ ഒരു വിഷയമാണ്. സോ അതുകൊണ്ട് ഇത് 1-2 മിനിറ്റ് കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റത്തില്ല. സോ കാരണം ദൈവത്തിന്റെ മക്കളുടെ ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും, എല്ലാ സംഭവങ്ങളിലും ദൈവത്തിന്റെ ഒരു മഹത്തായ ഒരു പരമാധികാരം, സോവർട്ടി, ആ പരമാധികാരത്തെ കുറിച്ചാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കും. So this verse teaches us the tremendous sovereignty of God over all the circumstances and events that touch the lives of His children. ദൈവത്തിന്റെ sovereignty, ദൈവത്തിന്റെ പരമാധികാരം, ദൈവത്തിന്റെ ഒരു സൂപ്പർ പവർ, കൺട്രോളിംഗ് പവർ. സോ അത് എല്ലാ സർക്കംസ്റ്റാൻസസിനെ, എല്ലാ സാഹചര്യങ്ങളെ സോ എങ്ങനെ നിയന്ത്രിക്കും എന്നുള്ള ഒരു സത്യത്തെ കുറിച്ചാണ് ഈ വചനം പ്രസ്താവിച്ചത്. സോ അതുകൊണ്ട് ഈ വചനത്തെ നമുക്ക് നെക്സ്റ്റ് ബൈബിൾ സ്റ്റഡിയില് നമ്മൾ പഠിക്കുന്നതായിരിക്കും. സോ ഞാൻ ഇവിടെ വെച്ച് നിർത്താൻ പോവുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാവുന്നത്.